10 ലക്ഷത്തിലധികം പേർക്ക് ജീവിത വളർച്ചയേകിയ സഹകരണ പ്രസ്ഥാനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 20ാം വാർഷിക ജനറൽ ബോഡി യോഗം കോഴിക്കോട്ട് നടന്നു. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നിർധന കുടുംബങ്ങൾക്ക് 24 വീടുകൾ BLM നിർമ്മിച്ചു നൽകുമെന്ന് ചെയർമാൻ ആർ പ്രേംകുമാർ പ്രഖ്യാപിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള 15,000-ഓളം BLM കുടുംബാംഗങ്ങളാണ് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തത്. നല്ല മനസ്സോടെയുള്ള പ്രവർത്തനമാണ് BLMന്റെ വിജയത്തിന് കാരണമെന്ന് ഉദ്ഘാടകനായ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. അതിൻ്റെ പ്രതിഫലമായിരിക്കും നമ്മൾ എല്ലാ കർമ്മഫലങ്ങളും ഉണ്ടാകും. ആ കർമ്മഫലങ്ങൾ നല്ലതായി തീരണമെങ്കിൽ നമ്മൾ നല്ലൊരു മനസ്സ്, നല്ലൊരു മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ള വേദനകളെ മനസ്സിലാക്കാനുള്ള നല്ലൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ആ മനസ്സ് നമ്മുടെ പ്രേംകുമാറിനുണ്ട് എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് എത്രയും ഇന്ന് കൊച്ചിയിലേക്ക് ഒരുപാട് ഓടി ഇന്നേക്ക് ഇവിടത്തേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ശത്രുതാ മനോഭാവമില്ലാതെ ബിസിനസ് ചെയ്യുകയാണ് BLMന്റെ രീതിയെന്ന് ചെയർമാൻ ആർ പ്രേംകുമാർ പറഞ്ഞു. നിരവധി കുടുംബങ്ങൾക്കാണ് BLM ജീവിക്കാനുള്ള വഴിയൊരുക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓടി പറന്ന് വെയിലും മഴയും നോക്കാതെ ഓടിക്കൊണ്ടുവന്ന് ഈ പ്രസ്ഥാനത്തിനെ വളർത്തി നെഞ്ചിലേറ്റി ഇന്ന് എല്ലാ കുടുംബത്തിനും വെളിച്ചം പകർന്നൊരുക്കുന്ന തേനീക്കളാണ് നിങ്ങളൊക്കെ. നിങ്ങളാണ് ഇതിന്റെ യഥാർത്ഥ ഉടമ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സാക്ഷരതാ കൂട്ടായ്മയ്ക്ക് BLMന് ലഭിച്ച ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് മെഡൽ ചെയർമാൻ ആർ പ്രേംകുമാർ ഗോകുലം ഗോപാലിൽ നിന്നും ഏറ്റുവാങ്ങി. പോണ്ടിച്ചേരി ഡെപ്യൂട്ടി സ്പീക്കർ P. രാജവേലു മുഖ്യാതിഥിയായി. BLM ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലിന് BLM ചെയർമാൻ ആർ പ്രേംകുമാർ സമ്മാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കോക്കോ റോയൽ വെളിച്ചെണ്ണ വിപണനം ചെയ്യുന്നതിനായി BLMുമായുള്ള ഉപകക്ഷി ധാരണാപത്രം ചെയർമാൻ ആർ പ്രേംകുമാറിന് കേരള സ്റ്റേറ്റ് കോക്കനട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ TK രാജൻ കൈമാറി. BLM പ്രസിഡന്റ് N. കരുണാമൂർത്തി അധ്യക്ഷത വഹിച്ചു. സിദ്ധേശ്വർ നായർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.